Good afternoon. Good afternoon, madam. എന്തിന് സൗണ്ട് തീരെ മാത്രം മതി. ഒരു മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ്. അനയ അല്ലേ? അനയ എന്ന് പറയുന്ന കുട്ടീനെ അറിയോ നിങ്ങൾക്ക്? അറിയോ? ഗൂഗിൾ മീറ്റിൽ ആ പേര് കണ്ടുപോലെ അറിയോന്നില്ല. ആ കുട്ടിനോട് പറയണം ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ മീറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഗൂഗിൾ മീറ്റും ക്ലാസ് റൂമും അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് ഒന്നും കൂടി കയറി നോക്കാൻ പറയണം കേട്ടോ. അറിയോങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ക്ലാസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ലൈവ് ക്ലാസ് കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മീറ്റും ക്ലാസ് റൂമും എന്ത് ചെയ്യുക, അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് ഒന്നും കൂടി ഇൻസ്റ്റോൾ ചെയ്തിട്ട് കയറാൻ പറയും. ഓക്കെ. പ്രേയർ ആരാണ്? ക്ലിയർ ആയില്ല. അതെ, ചിലവർക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ നേരിടുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് ജോയിൻ ആവാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റും ക്ലാസ് റൂമും അൺഇൻസ്റ്റോൾ ചെയ്ത് വീണ്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്ത്, നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ഒന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും എന്ന് പറയണം കേട്ടോ. ഇന്ന് ആരാണ് പ്രേയർ? ഞാനാണ് മാം. പറഞ്ഞോടാ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകും ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടുന്നു ശാന്തി അറിയണമേ, ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. താങ്ക് യു. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. അങ്ങനെ ഞാൻ ഒരു മെറ്റീരിയൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. മാത്തമാറ്റിക്കൽ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ന്യൂമറിക്കൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളല്ലോ. ഓക്കെ, നമ്മൾ നമ്പർ കാർഡ്സുകളാണ് ഈ കാണുന്നത് കേട്ടോ. നമ്പർ കാർഡ്സും ഇത് ഓരോ നമ്പേഴ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. ഫിക്സ് എന്നാ പറയുന്നത്. ഇത് ഓരോന്നും നോബഡ് ആണ്, കാണുന്നുണ്ട്, നോബഡ് ആണ്. സോ നമുക്കിത് പിക്ക് ചെയ്ത് ഓരോ നമ്പേഴ്സിനും എടുത്ത് വെക്കാം. അപ്പൊ 1 ആണെങ്കിൽ 1 നോബ് വെക്കുന്നു, 2 ആണെങ്കിൽ 1 2, 3 ആണെങ്കിൽ 1 2 3, 4 ആണെങ്കിൽ 1 2 3 4, 5 ആണെങ്കിൽ 1 2 3 4 5, 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6, 7 ആണെങ്കിൽ 1 2 3 4 5 6 7,
8 ആണെങ്കിൽ 1 2 3 4 5 6 7 8. 9 ആണെങ്കിൽ 1 2 3 4 5 6 7 8 9. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ആണ് 10. 5 വരെ ഞാൻ അറേഞ്ച് ചെയ്തോളൂ. 5 6 നമ്മൾ എടുക്കുമ്പോൾ നോബൽ യൂസ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് വെക്കാൻ നോക്കാം. 6 7 8 9 ലാസ്റ്റ് 10. നമുക്കിപ്പോൾ കുട്ടികളെ കൗണ്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് പറ്റും. 1 മുതൽ 10 വരെ. ഓക്കെ, ഞാനത് പിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ക്ലിയർ ആയോ നമ്പർ കാർഡ്സ്? യെസ് മാം. ഓക്കെ മാം. നോബ് ഉണ്ടോ മാം? നോബ് നോബ് ഉള്ളതാണോ? നോബ് ഉള്ളതാണ് കേട്ടോ. നോക്കി നിങ്ങൾ കാണുന്നുണ്ടോ? നോബ് ഉള്ളതാണ്. സോ നമ്മൾ ഇവിടെയാണ് പിക്ക് ചെയ്യുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതാണ് നോബ്. നമ്മൾ നോക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ആ മാം കാണാം. ശിനി മ്യൂട്ട് ആക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞ സ്കൂൾ തുറന്നില്ലേ? പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ സ്കൂൾ തുറന്നില്ലേന്ന് പോയിട്ട് ഷിനി മ്യൂട്ട് ആക്കോടാ. നോക്കട്ടെ. ഓക്കെ, നോക്കി നമ്മള് നമ്പർ കാണിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് മാത്തമാറ്റിക്കൽ ഏരിയ എന്ന്? അഡീഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ക്ലിയർ ആയിരുന്നോ? അത് മനസ്സിലായി മാം. ഇനി നമ്മള് കുറച്ച് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. ഷേപ്സ് ആണ് ട്ടോ. ഇപ്പൊ കാണുന്നില്ല, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് പ്രസന്റ് ചെയ്യാം. മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ഷേപ്സ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് ഒന്ന് പറയാ, അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അറിയാത്ത ഷേപ്സ് ആണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് കേട്ടോ. ഷേപ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് മാം. ഉണ്ട് മാം. ഏതൊക്കെ ഷേപ്സ് അറിയാം? പിന്നെ എന്താണ് പറയോ? മായ പറഞ്ഞോ മാം? സ്ക്വയർ, പിന്നെ സിലിണ്ടറിക്കൽ ഷേപ്പ്, പിന്നെ റൗണ്ട്, സ്ഫിയർ. സ്ക്വയർ ഉദ്ദേശിച്ചത് ഇതായിരിക്കില്ലേ അല്ലേ? ആ ഓക്കെ. ഇതിന് നമ്മൾ പറയുന്ന പേര് ക്യൂബ് എന്നാണ്. എന്താണ് ഇതിന് പറയുന്ന പേര്? ക്യൂബ്. ഇത് ക്യൂബാണ്. ഓക്കെ, ഓക്കെ മാം. ക്യൂബാണ്. ക്ലിയർ ആയാലും എല്ലാവർക്കും ഇതെന്താണ്? ക്യൂബാണ് കേട്ടോ. Then ഇത് റെക്ടാങ്കുലർ പ്രിസോൺ ആണ്. റെക്ടാങ്കുലർ പ്രിസോൺ ട്ടോ. എന്നുവെച്ചാല് ഈ സൈഡും ഫ്രണ്ടും ബാക്കും എങ്ങനെയാണ്? റെക്ടാങ്കിൾസ് ആണ്. Then ഈ സൈഡുകളിൽ മാത്രം എന്താണ്? സ്ക്വയർ ആണ്. സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ, എന്താണ്? റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ?
ഇനി ഇത് ആള് പറഞ്ഞ പോലെ മായ പറഞ്ഞ പോലെ ഇതെന്താണ് സിലിണ്ടർ ആണ്. ഓക്കെ, ഇതെന്താണ് സിലിണ്ടർ ആണ്. സിലിണ്ടർ ഓക്കെ ആണല്ലോ. ഇനി ഇതെന്താണ്? കോൺ. കോൺ. ഓക്കെ, കോൺ. അത് കറക്റ്റ് ആണ് കേട്ടോ. ഇതോ? സ്ഫിയർ. സ്ഫിയർ. ഓക്കെ, സ്ഫിയർ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ നോക്കാം. രണ്ടല്ല, 3 കാര്യങ്ങൾ. ഓക്കെ, ഇത് 3ഉം ട്രയാങ്കിൾ അല്ലേ നിങ്ങൾ കാണുന്നത്? എന്ന ട്രയാങ്കിൾ ആണ്. ഈ സൈഡിലൊക്കെ ട്രയാങ്കിൾ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതും ട്രയാങ്കിൾ ആണ് കേട്ടോ. ഇത് ഇത് ട്രയാങ്കുലർ പ്രിസമാണ്. ഇത് ഈ യെല്ലോ കളറിൽ കാണുന്നത് എന്താണ്? ട്രയാങ്കുലർ പ്രിസമാണ്. ഓക്കെ, എന്താണ് ഇതിന്റെ പേര്? യെല്ലോ കളറിൽ കാണുന്ന ട്രയാങ്കുലർ പ്രിസമാണ്. ട്രയാങ്കുലർ പ്രിസത്തിന് ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്ടാങ്കിൾ ആയിരിക്കും കേട്ടോ. ട്രയാങ്കുലർ പ്രിസത്തിന്റെ ബേസ് എങ്ങനെയായിരിക്കും? റെക്ടാങ്കിൾ ആയിരിക്കും. ഓക്കെ ആണോ? ഇത് ട്രയാങ്കുലർ പ്രിസമാണ്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റെക്ടാങ്കിൾ ആണ്. ഓക്കെ, ദെൻ ഇത് ട്രയാങ്കുലർ ബേസ് പിരമിഡ് ആണ്. പിരമിഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിരമിഡ് ആണത്. പിരമിഡ് ആണ് കേട്ടോ. ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. എന്താണത്? ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. ട്രയാങ്കിൾ ആണ് അതിന്റെ ബേസ് വന്നിരിക്കുന്നത്. അപ്പൊ ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ് ആണിത്. കാണുന്നുണ്ടോ നിങ്ങൾ? ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. ഓക്കെ, ദെൻ ദിസ് വൺ, ഇത് ബാക്സ് നമ്മുടെ ബേസ് നോക്കിയിട്ടാണ് പറയുന്നത്. എന്താണിത്? സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ആണ്. സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ആണ്. സൈഡൊക്കെ ട്രയാങ്കിൾ ആണെങ്കിലും ബേസ് എന്താണ്? സ്ക്വയർ ആണ്. സോ ഇതെന്താണ്? സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 2 ഷേപ്സും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ഈ 2 ഷേപ്സ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാം. ഓവൻ ആണോ മാം? ഓക്കെ, ഇതില് ഏതാണ് ഒവോയിഡ്? ഒവോയിഡ് എന്ന് പറയുന്ന ഷേപ്പാണ്. അത് ഗ്രേ ആണോ മാം? ഗ്രേ ആണ് ഒവോയിഡ്. എന്താണ്? ഇതാണ് ഒവോയിഡ് എന്ന് പറയുന്ന ഷേപ്പ്. ഓക്കെ, ഇത് എലിപ്സോയിഡ്. ഈ ഒവോയിഡ് എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രമായിരിക്കും ഇങ്ങനെ എന്തിരിക്കുന്നത്, അതിനെ കൂർത്ത് തന്നിരിക്കുന്നത്. എലിപ്സോയിഡിനാണെങ്കിൽ 2 സൈഡും ഇതേപോലെ ആയിരിക്കും. ഓക്കെ, ഇത് 3ആണ്. ഇതെന്താണ്? സ്ഫിയർ ആണ്. ഇത് എലിപ്സോയിഡ് ആണ്. ഇതെന്താണ്? ഇത് ഒവോയിഡ് ആണ്. ഓക്കെ, ഞാനൊരു ആക്ടിവിറ്റി തരട്ടെ. നിങ്ങളിപ്പോ ഷേപ്സ് പഠിച്ചില്ലേ? ഈ ഷേപ്സ് ഒക്കെ ഈ ഷേപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്തിട്ട് ചാർട്ടില് ഷേപ്സും അതിന്റെ പേരും എഴുതോ? ചെറിയ ചാർട്ട് മതി. ഓക്കെ, എഴുതാം മാം. ഓക്കെ, എഴുതാലോ? ഷേപ്സ് കേട്ടോ, അത് നോക്കണം. ഷേപ്സ് തന്നെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഷേപ്സും ഇൻക്ലൂഡഡ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഏതൊക്കെയുണ്ട്? ആക്ടിവിറ്റി ബുക്കിൽ ഒട്ടിച്ചാൽ മതിയോ? അല്ലല്ല, ചാർട്ട് ചെയ്തോ? ഇപ്പൊ തുടങ്ങിയതേ മിസ്. ഇത് ആദ്യത്തേതാണോ? മനസ്സിലായില്ല. ഇത് ഫസ്റ്റ് ചെയ്യേണ്ടതാണോ? എനിക്ക് ഉദ്ദേശിച്ച ഫസ്റ്റ് പറഞ്ഞ മനസ്സിലായില്ല. ഇത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. മാത്തമാറ്റിക്കൽ ഏരിയ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ, അതേപോലെ ബീച്ചിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ? ഷേപ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഷേപ്സും കൂടി ചെയ്തോളൂ. ഷേപ്സ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചാർട്ടിൽ നല്ല ഭംഗിയിൽ വരച്ച് അത് കളറൊക്കെ ചെയ്ത് ഷേപ്സ്. ഓക്കെ, അതിന് ഷേപ്സ് കളർ പേപ്പറിൽ കട്ട് ചെയ്ത് ചാർട്ടിൽ ഒട്ടിച്ചാലും മതി. ആസ് യുവർ വിഷ്. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ. അപ്പൊ ഓരോന്ന് പറയാണ്, ഒന്നും കൂടി ഓർക്കാം. ഇതെന്താണ്? ഇത് റെക്ടാങ്കുലർ ബേസ്ഡ് പിരമിഡ്. ഇത് ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. ഇത് ട്രയാങ്കുലർ പ്രിസം.
ഇത് റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ, റെക്ടാങ്കുലർ പ്രിസം. ബേസ് ആണ് നോക്കുന്നത്. ബേസ് എന്താ നോക്കിയിട്ട് പറയുന്നത്. വരയ്ക്കുന്ന സമയത്ത് വൺ സൈഡ് അല്ലേ വരത്തുള്ളൂ ശരിക്കലും? വൺ സൈഡ് ആയിട്ടല്ലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ? ഇങ്ങനെ എല്ലാം കൂടി കാണൂലല്ലോ. ശരിയാണല്ലേ. പക്ഷേ പിരമിഡ് ഒക്കെ വരയ്ക്കാൻ പറ്റുമോ? ഷേപ്സ് ക്ലേയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ക്ലേ വെച്ചിട്ട് പറ്റില്ല അല്ലെ? പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ആ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്ക്. ഫ്ലാഷ് കാർഡ് പോലെ ചെയ്താ പോരെ? എന്താണ്? ഫ്ലാഷ് കാർഡ് പോലെ ചെയ്താ പോരെ? അതായത് മതി. ഓക്കെ ഓക്കെ. ഇത് ക്യൂബ്, പിന്നെ ഇത് സിലിണ്ടർ, ദെൻ ഇത് കോൺ, ദെൻ ഇതെന്താണ്? എന്താണ് ഇതെന്താ? എന്ത് ഷേപ്പാണ്? ഓക്കെ. ഇതോ? എലിപ്സോയിഡ്, സ്ഫിയർ. അപ്പോ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? ഒരു 2 സെക്കൻഡ് ഞാനിതൊന്ന് അടുത്ത മെറ്റീരിയൽ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് മാത്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച് മടിപിടിച്ച കുട്ടികളുണ്ടാവില്ലേ? ചെയ്തിട്ട് ശരിയാവില്ലല്ലോ. നമ്മളൊക്കെ കാണാൻ പാടല്ലേ പഠിച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ ടേബിളൊക്കെ ഓർമ്മയുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ നമ്മള് എന്താക്കാതിരിക്കാൻ, കാണാപ്പാടൊന്നും പഠിപ്പിക്കേണ്ട. നമ്മളുടെ മെറ്റീരിയൽസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് വലിയ സ്ക്രീനിലോട്ട് ഇടാമോ? ഈ ചെറിയ സ്ക്രീനിലല്ലാതെ മറ്റേ മോണ്ടിസോറി മാത്തമാറ്റിക്കൽ ഏരിയ എന്നുള്ളടത്ത് ഇടാൻ പറ്റുമോ? നമുക്ക് ക്ലിയർ ആയിട്ട്. ഓക്കെ, ഞാൻ ഈ PDF കളയാണ്. ഓക്കെ, PDF ഞാൻ കളയാണെങ്കിൽ ക്ലിയർ ആണോ? ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? PDF ഓക്കെ, ഞാനപ്പോ ആദ്യം കാണിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ് കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. വിനു മ്യൂട്ട് ചെയ്തു. മീരേച്ചി മ്യൂട്ട് ചെയ്യാനാ പറയണത്. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കണോ? ഓൾ മ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാല് ബാക്കി one minute. നമുക്ക് നോക്കാം, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ബോർഡ് കാണാലോ അല്ലെ? ഇത് നമ്മുടെ നമ്പർ കാർഡ്സ് ആണ് കേട്ടോ. നമ്പർ കാർഡ്സുകളാണ്, നമ്പേഴ്സ് ആണ്. മനസ്സിലാവുന്നില്ല എനിക്ക് അറിയില്ല, പക്ഷെ നമ്പർ കാർഡ്സ് ആണ് ഇതിലുള്ളത്. സോ ഞാൻ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. 5 into 2 എന്നാണ് മൾട്ടിപ്ലിക്കേഷൻ. എന്താണ്? 5 into 2. ഓക്കെ അല്ലേ? 5 into 2. ഇതില് സ്കിറ്റിൽസ് എന്നാണ് ഈ ഒരു മെറ്റീരിയലിനെ പറയുന്നത്. ഈ ഒരു
മെറ്റീരിയൽ നമ്മൾ എന്ത് പറയും, സ്കെപ്പിൾസ് എന്നാ പറയാറ്. ഇത് ചില ബോർഡിൽ നീക്കുന്നതുണ്ട്, ഇങ്ങനെ നീക്കുന്നതുണ്ട്, ഇല്ല ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ടു പെയേഴ്സ് ഉണ്ട്, സ്കെപ്പിൾസിന് 2 പെയേഴ്സ് ഉണ്ട് ഇരിക്കട്ടെ. ദെൻ നമുക്ക് ഒത്തിരി ബീഡ്സ് ഉണ്ട്, കാണുന്നുണ്ടോ ബീഡ്സ്? ബീഡ്സ് ഒത്തിരി ഉണ്ട്. നമ്മളുടെ 2 into 5 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു കാർഡിൽ നിന്ന് 2 എന്ന് പറയുന്ന കാർഡ് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. 2 എന്ന് പറയുന്ന കാർഡ് എടുത്ത് എന്ത് ചെയ്യാണ്, ഇവിടെ പ്ലേസ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണ് 2 കാണുന്നുണ്ടോ? ഉണ്ട് മാം. കാണാം. 2 തന്നെയാണോ കാണുന്നത്, അല്ലെങ്കിൽ തലതിരിഞ്ഞാണോ കാണുന്നത്? തല തിരിഞ്ഞിട്ടാ. നല്ല തിരിഞ്ഞു മാം. correct ആയി. ഓക്കെ ഇപ്പൊ കറക്റ്റ്. ഓക്കെ, അപ്പൊ 2 into 5 ആണ്. സോ ഞാൻ ഈ സെറ്റിൽ നിന്ന് ഇതെടുത്തിട്ട് ഞാൻ എവിടേക്ക് വെക്കും? 1 2 3 4 5. ഓക്കെ, 5 എന്നുള്ളതിന് നേരെ ഇവിടെ വേണമെങ്കിൽ വെക്കാം, ഓർ ഇവിടെ മുകളിൽ വെക്കാം. ഞാൻ മുകളിൽ വെക്കാം, നിങ്ങൾക്ക് കാണുമല്ലോ. പിന്നെ എന്താണ്, 2 ആണ് അല്ലെ? 2 1 2 ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി ബീഡ്സ് എടുത്ത് ഈ ഇത് തമ്മിലുള്ള ആ ഒരു സ്പേസുകളിൽ, ആ ഒരു റോകളിൽ ഫില്ല് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ബീഡ്സ് എടുത്ത് ഇതിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ 2 റോസില് 5 കോളത്തിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സ്പേസിൽ ആ ബീഡ്സുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ കൗണ്ട് ചെയ്ത് നോക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പൊ 5 into 2 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ്? 10. ഓക്കെ, ഓക്കെ മാം. സോ ഞാൻ ഇതൊക്കെ തിരിച്ച് തന്നെ പ്ലേസിലേക്ക് വെക്കുകയാണ്. ദെൻ നെറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് 4 into 2 ആണ്. സോ ഇത് 2 തന്നെ ഇവിടെ വെക്കേണ്ടത്. സ്കെറ്റിൽ എടുത്തിട്ട് എവിടെ വെക്കുന്നു? 4ൽ വെക്കുന്നു. ദെൻ ഈ ഒരു 2 ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, 4 into 2 ആണ് കേട്ടോ. ഞാൻ ബീഡ്സ് ഫില്ല് ചെയ്യാണ്. ഇവിടെ വരെ മതി. ഓക്കെ, ഇനി കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 8. അപ്പൊ 4 into 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 എന്നാണ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ. Then 3 into 3 ആണ് കേട്ടോ. 3 into 3 ആണ്. ഓക്കെ, 3 into 3 ആണ്. 1 minute. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ എത്രയാണ്? 3 into 3 ആണ്. കാണാലോ അല്ലെ? 3 into 3 നമ്മളിനെ ചെയ്യാൻ പോവാണ്. അപ്പോ ഇവിടെ 3 എന്നുള്ള നമ്പർ ആണ് പ്ലേസ് ചെയ്യേണ്ടത്. ഞാൻ 3 എന്ന് പറയുന്ന കാർഡ് എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് ഞാൻ 1 2 3 വേണമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിട്ട് ഇവിടെ അതൊരു കൺഫേം ആക്കാൻ വേണ്ടി 3യുടെ അവിടെ വരെ മതി, അത്രയും ഫിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവിടെ വെച്ചു. ഓക്കെ, ഇനി ഞാൻ ബീഡ്സ് ഫിൽ ചെയ്യാണ്. 1 2 ഓക്കെ 3 1 2 3. ഇനി ഞാനൊരു ടോട്ടൽ ആയിട്ട് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9. 3 into 3 എത്രയാണ്? 9 ആണ് അല്ലെ? 3 into 3 എന്ന് പറയുന്നത് 9 ആണ്. നമുക്കറിയാവുന്നതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കുമ്പോൾ അവർക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് നമ്പേഴ്സ് പറയാം കേട്ടോ. ഒത്തിരി വലിയ നമ്പേഴ്സ് വേണ്ട. നിങ്ങൾ പ്രാക്ടിക്കലിന് വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചെറിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പറഞ്ഞേ, നമ്പേഴ്സ് പറഞ്ഞേ, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് പറഞ്ഞേ. 5 into 4. 5 into 4. നമുക്ക് 5 into 4 നോക്കാം. 5 into 4 ആണ്. ഞാൻ പ്ലേസ് ചെയ്യുന്നു 4 എന്നുള്ളത്.
5ന് നേരെ ഞാൻ എന്ത് ചെയ്യുന്നു ഇതെടുത്ത് വെച്ചു. ഓക്കെ അല്ലേ? 1 2 3 4 4 ബീറ്റ്സ് ഫിൽ ചെയ്യാണ്. 1 2 3 4 5 വരണം. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 beats. ഓക്കെ അല്ലേ? Okay, ma'am. 6 into 6 ആണ്. ഞാൻ ഇത് മാറ്റാണ്. 6 എടുത്ത് വെക്കുകയാണ്. ബീറ്റ്സ് മാറ്റണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ കൂടെ ഫിൽ ചെയ്യും. ഇലക്ട്രോപ്പടിയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും മാറ്റി മാറ്റി ചെയ്യണം. ഇനി സിക്സ് ഇൻറ്റു സിക്സ് എന്നാ പറഞ്ഞ അല്ലെ? കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 22 23 24 25 26 27 28 29 30 31 32 33 34 35 36. ഓക്കെ, ആൻസർ ഇടില്ല, 36 ആണ്. ഇനി ബീറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. മാം ഇതിൽ 2 ഡിജിറ്റ് നമ്പർ ഒക്കെ വരുമോ? 2 ഡിജിറ്റ്സ് അല്ല, 10ന്റെ വരെ മൾട്ടിപ്ലിക്കേഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. 10 വരെയും ചെയ്യാം. 10ന്റെ വരെ മൾട്ടിപ്ലിക്കേഷൻ. 2 ഡിജിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പഠിപ്പിക്കേണ്ടത് ഒരു 3 to 6 years കുട്ടികൾ, അല്ലെങ്കിൽ ഒരു അത്ര കുട്ടികളല്ലേ 7 into 3 ആണ് പറഞ്ഞത്. 3യുടെ ബോർഡ് എടുത്ത് വെച്ചു. ദെൻ 7 വെച്ചിട്ട് നമ്മൾ ബീറ്റ്സ് ഫിൽ ചെയ്യാണ്. ഇനി കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 21 ആൻസർ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മാം. പ്രാക്ടിക്കലിന് വരുമ്പോ സ്വയമായിട്ട് വന്ന് ഇതൊക്കെ ചെയ്യൂലേ? Okay, ma'am. Then ഞാനിത് റിമൂവ് ചെയ്യാം കേട്ടോ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് വെച്ച് നമുക്ക് 10ന്റെ വരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് അവരുടെ ആക്ടിവിറ്റി ചെയ്യുന്നൊരു ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബോർഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ട് എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഭയങ്കര ഇഷ്ടമാണ്, അത് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡിവിഷൻ ബോർഡാണ് കേട്ടോ. യെല്ലോ കളർ ആണ് ഇത്. മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് 1 to 10 വരെ ഉണ്ട്. ദെൻ നമുക്ക് ഓരോ ബീറ്റ്സ് ഇടാനുള്ള ഒരു ഹോൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലേസ് ഉണ്ട് നമുക്ക് കാർഡ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട്. നമുക്ക് ഇത് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ബോർഡ് കിട്ടാറുണ്ട്. നമ്മുടെ ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നതാണ്. ദെൻ നമ്മൾ ഇനി നോക്കുന്നത് ഡിവിഷൻ ബോർഡാണ് കേട്ടോ. 1 മിനിറ്റ്.
ഓക്കെ, നിങ്ങൾ കാണുന്നതാണ് ഡിവിഷൻ ബോർഡ്സ്. ഓക്കെ, 1 മുതൽ 9 വരെ, ഈ സൈഡ് 1 മുതൽ 9 വരെയാണ് നമ്മൾ പറഞ്ഞ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ബീഡ്സുകളുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഡിവിഷൻ പഠിക്കുന്നത്, ഡിവിഷൻ നോക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് 8 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. എന്താണ് 8 ഡിവൈഡഡ് ബൈ 2? ഓക്കെ, ഞാൻ 2 എന്നുള്ള രണ്ട് സൈഡില് സ്റ്റിക്കേഴ്സ് ഈ ഡിവൈഡർ വെച്ചിട്ട് ആ സ്റ്റിക്കേഴ്സ് വെച്ച് ഫില്ല് ചെയ്യാണ് 2. ദെൻ ഞാൻ കയ്യിൽ കൗണ്ട് ചെയ്ത് 8 ബീഡ്സ് എടുക്കും. ഓക്കെ, 8 ബീഡ്സ് 1 2 3 4 5 6 7 8 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 8 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഞാനത് ഫില്ല് ചെയ്യാൻ പോവാണ്. ഈക്വൽ ആയിട്ട് വേണം ഫില്ല് ചെയ്യാൻ. സോ ഈ രണ്ട് 1 2 3 4 5 6 8. ഓക്കെ, 8 ഞാൻ ഫില്ല് ചെയ്തു. ആൻസർ നോക്കി ഇവിടെ വന്നിട്ടുണ്ട് നമ്പർ എത്രയാണ്? 8 ഡിവൈഡ് ബൈ 2 ആൻസർ 4. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇവിടെ നമ്പേഴ്സ് ആണ് എഴുതി പോയിരിക്കുന്നത്. 4 ആണ് കേട്ടോ. ഇത് വുഡിന്റെ ആണോ മാം ആ ബോർഡ്? ശരിയാടാ, എല്ലാം കൂട്ടില്ല. സോ ദെൻ അടുത്ത പ്രോബ്ലം 9 ഡിവൈഡഡ് ബൈ എത്രയാണ്? 3 ആണ്. നമ്മളിവിടെ പ്ലേസ് ചെയ്യേണ്ടത് എത്രയാണെന്നും എത്ര ബീഡ്സ് എടുക്കണമെന്നും ആര് പറയും? എത്ര ബീഡ്സ് എടുക്കണം? അല്ല, എത്ര പ്ലേസ് ചെയ്യണം? എത്ര പ്ലേസ് ചെയ്യണത്? 3 പ്ലേസ് ചെയ്യണം. 9 ഡിവൈഡ് 9 ബീഡ്സ്. 9 9 സ്റ്റിക്കേഴ്സും 9 ബീഡ്സും 1 2 3 4 5 6 7 8 9 ബീഡ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാണ്. ഓക്കെ, ഇനി നോക്കിയ ആൻസർ എത്രയാണ്? 3. അതായിരുന്നു. ഈ വാതില് കുറ്റിയുടെ ഒരെണ്ണം കൂടി ഉണ്ട് 10 by 5. സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ പ്രാക്ടിസിങ് വരുമ്പോ നിങ്ങൾക്ക് വലിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാട്ടോ. 10 by 5 ആണ്. ഞാൻ 5 സ്റ്റിക്കേഴ്സ് പ്ലേസ് ചെയ്യാണ്. then 10 ബീഡ്സ് എടുക്കാണ്. 5 നീക്കലായിട്ട് നമ്മൾ കൊടുക്കാണ്. 1 2 5 വരെയും കൊടുത്താൽ മതിയല്ലോ. കൊടുത്തു. ഓക്കെ, ആൻസർ എത്രയാണ്? 2. ഇനി നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ പറയാം, സോറി ഡിവിഷൻ പറയാം. നമുക്ക് ചെയ്യാം. 15 by 3. 15 by 3. അപ്പൊ 3 മതിയല്ലോ ഇവിടെ. 15 ഒരു 5 കൂടി ഞാൻ എടുക്കുന്നുണ്ട്. 15 by 3 കൊടുക്കാണ്. ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാണ്? എത്രയാണ് ആൻസർ? 5. ഇനി പറഞ്ഞോ. ചേട്ടാ
Okay. Okay, 8 divided by 6. 8 divided by 6. Plus 6 വരെ. അത് റിമൈൻഡർ വരില്ലേ? റിമൈൻഡർ വന്നതും ശരിയാ. ചെയ്ത് നോക്കാം. വാ. 1, 2, 5. ലിമിറ്റ് എത്രയാണ്? 8. 6, 3 and 6, 7, 8. 8 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ പ്ലേസ് ചെയ്യാണ്. 1, 2, 3, 4, 5, 6 ആണ്. 1 point something ആണ്. ഇത് 1 പോന്നിട്ടുണ്ടല്ലോ. 1 എന്നുള്ള ആ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Then നമുക്ക് വന്നിരിക്കുന്നത് 2 ആണ്. 2ല് 2 ബീഡ്സ് പോയിട്ടുണ്ട്. സോ നോക്കുമ്പോൾ 1.2 അല്ലെങ്കിൽ 3 അടുപ്പിച്ച് വരും കേട്ടോ. ഈ ബീഡ്സ് 2 or 3 വരും. ഓക്കെ, അത് ഈ പോയിന്റ്സ് വരുമ്പോ ഇത് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നമുക്ക് പോയിന്റ്സ് ഇല്ലാത്ത ഡിവിഷൻ ആയിരിക്കും കൂടുതൽ ഇതിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് എളുപ്പം കേട്ടോ. മിസ് ഗ്രേറ്റർ നമ്പർ അല്ലേ ബീഡ്സ് ആയിട്ട് എടുക്കണ്ടേ? എന്താണ്? ഗ്രേറ്റർ നമ്പർ അല്ലേ ബീഡ്സ് എടുക്കേണ്ടത് നമ്മൾ എപ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോ? അങ്ങനെയല്ല. ഫസ്റ്റ് ഡിവൈഡ് എന്താണോ, എത്രയാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ആയിരിക്കണം നമ്മൾ ബീഡ്സ് ആയിട്ട് എടുക്കേണ്ടത്. ഡിവൈഡർ ആയിരിക്കണം നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് കൂടെ പ്ലേസ് ചെയ്യാൻ. ഇതുവരെ അങ്ങനെ ഗ്രേറ്റർ നമ്പർ ആണല്ലോ ബീഡ്സ് നമ്മൾ കൗണ്ട് ചെയ്തെടുത്തത്. 8 ഞാൻ എടുത്തത് ഇപ്പോഴും. അതാണ് ഞാൻ ചോദിച്ചത്, ഗ്രേറ്റർ നമ്പർ അല്ലേ ബീഡ്സ് കൗണ്ട് ചെയ്തെടുക്കണേന്ന്. അതെ അതെ, ഗ്രേറ്ററും അങ്ങനെയില്ല. എന്നുവെച്ചാൽ നമ്മള് എന്തിനാണോ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കേടാ. ഇത് ക്ലിയർ ആണോ ഡിവിഷൻ? ക്ലിയർ ആണ് മാം. ഓക്കെ, നമ്മൾ ഇപ്പൊ ടോട്ടൽ ആയിട്ട് മാത്തമാറ്റിക്കൽ ഏരിയന്ന് എന്തോരം മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഏതാ പഠിച്ചത്? നമ്പർ ഓക്കെ, നമ്പേഴ്സും നമ്പർ റോഡ്സും നമ്പർ കാർഡ്സും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബീഡ്സ് പഠിച്ചു ഇല്ലേ? ബീഡ്സ് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ? അത് ചെയ്തില്ലാന്ന് തോന്നുന്നത് അല്ലെ? ബീഡ്സ് വെച്ച് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ചെയ്തില്ലാന്ന് തോന്നുന്നു. ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പഠിച്ചത് ബീഡ്സ് കഴിഞ്ഞിട്ട് പഠിച്ചത് അഡീഷനും സബ്സ്ട്രാക്ഷൻ 2 ബോർഡാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ കുറച്ച് ഷേപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. പിന്നെ നമ്മള് നമ്പേഴ്സും നമ്പർ കാർഡ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കി, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് നോക്കി, ഡിവിഷൻ ബോർഡ് നോക്കി. ഇത്രയും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പോ ഞാൻ ഇനി കുറച്ച് സെൻസോറിയൽ ഏരിയയിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിന്റെ ടൈമിൽ സെൻസോറിയൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ എടുക്കാം. ഇതിനിപ്പോ ഏരിയയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമുക്ക് പരിചയമുള്ള 3-4-5 മെറ്റീരിയൽസ് ആണ് മെയിൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടാ. ഒരു 5 minutes ഞാൻ അറേഞ്ച് ചെയ്തു കേട്ടാ. ഷേപ്സ് മാത്തമാറ്റിക്കൽ ഏരിയയിലാണല്ലേ മിസ് വരുന്നത്? അതെ. ഓക്കെ, എടാ ഷേപ്സ് 2 ഏരിയയിൽ വരും. മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം, പിന്നെ ഏരിയയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. 2 സൈഡിലും നമുക്ക് അതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാത്തമാറ്റിക്കൽ ഏരിയസിൽ കൂടുതലായിട്ട് പറഞ്ഞുള്ളൂ. ഒരു 5 minutes ഞാൻ
ഓക്കെ, നമ്മള് ഷേപ്സ് നോക്കിയാലോ. ഷേപ്സ് എന്ന് പറയുന്നത് ജോമെട്രിക്കൽ സോളിഡ്സ് ഇൻ മോണ്ടിസോറി നോ ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ഷേപ്സ് നോ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മള് കളറിംഗ് ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കുട്ടികളെ? കളറിംഗ് ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അല്ലെ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കളറിംഗ് ബോക്സ് ആദ്യം പ്രസന്റ് ചെയ്യണം. സോ കുട്ടികൾക്ക് കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആണ് എന്റെ കളറിംഗ് ബോക്സ്. ഇതാണ് നമ്മുടെ കളറിംഗ് ബോക്സ്. കളർ ടാബ്ലറ്റ്സ് ആണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. ഈ നമ്മള് കളർ പിടിച്ചതിന്റെ ഷെയ്ഡ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വുഡൻ പീസുകൾ കളറിംഗ് ടാബ്ലറ്റ്സിനൊപ്പം തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. വുഡൻ പീസ് ആണത് സൈഡിലുള്ളത്. പക്ഷെ നമ്മള് എടുത്ത് ആ കളർ ഷെയ്ഡ് കുറച്ച് കഴിയുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേ, കുട്ടികളാണല്ലോ, റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഷെയ്ഡിൽ ചേഞ്ചസ് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വുഡൻ പീസുകൾ വെച്ചിരിക്കുന്നത്. കുട്ടികളെ കൊണ്ട് സെയിം കളറൊക്കെ അറേഞ്ച് ചെയ്യിക്കാനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ് കളറിംഗ് ബോക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഒരു മിനി ആണ് നമ്മൾ കളറിംഗ് ബോക്സ് ആയിട്ട് ചെയ്തത് അല്ലെ? അതെ മാം. കളറിംഗ് ബോക്സ് ആണ് ആണല്ലോ. ഇത് വുഡൻ പീസ് ആണ്, നമുക്കത് ഓർമ്മയില്ല. ഇത് വുഡൻ പീസ് ആണ്. ഇവിടെ കളർ ഇതാണ്. ഇത് ഏത് കളറാണ്? അതുപോലെ നമ്മൾ ചോദിച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, കളറിംഗ് ബോക്സ് ആണ് നമ്മൾ ഇപ്പൊ ലാസ്റ്റ് കണ്ടത് കേട്ടോ. ഇനി അടുത്തൊരു മെറ്റീരിയല് നമ്മൾ ഫ്രെയിം ചെയ്തോ? നിങ്ങൾ ചെയ്തോ ഫ്രെയിം? ബട്ടൺ ഏതൊക്കെ ചെയ്തു? ബട്ടൺ ഫ്രെയിം, സിബ്, പ്രസ് ബട്ടൺ, ഷൂ ലേസ്, ഷൂ ലേസ്, പിന്നെ ബക്കിൾ ചെയ്തോ? മക്കള് പറഞ്ഞില്ല തോന്നുന്നുണ്ട് അല്ലെ? ബെൽറ്റോ ചെയ്തിട്ടുണ്ട്. ബെൽറ്റ് ഫ്രെയിം ചെയ്തോ? അത് ചെയ്തിട്ടുണ്ട്. ഓ, കുഴപ്പമില്ല. നിങ്ങൾ എത്രയാണോ അന്ന് ഞാൻ ആക്ടിവിറ്റി തന്നിരിക്കുന്നത് അത്രയും കംപ്ലീറ്റ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്ന 6 ഫ്രെയിം ആണെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഒന്നും കിട്ടിയിട്ടില്ല. കൊറേ തെരഞ്ഞു നോക്കി, ഇവിടെ ഇല്ല. എന്താണ്? ഷൂലേസ് ഒന്നും കിട്ടിയില്ല. ഷൂലേസ് ഒന്നും കിട്ടിയിട്ടില്ല. കൊറേ എല്ലായിടത്തും തെരഞ്ഞു നോക്കി, കിട്ടിയില്ല. പഴയ ഷൂ ലേസ്, പഴയ ഷൂവിന്റെ ലേസ് വെച്ചിട്ട് ഷൂ ലേസ് ഫ്രെയിം ചെയ്തൂടെ? പഴയ ഷൂ എടുക്കുക, അതിൽ ലേസ് എടുക്കുക, ഒരു നല്ല ക്ലോത്ത് എടുത്തിട്ട് അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമ്മുടെ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഷൂന് ഹോൾ ഇടുന്ന പോലെ നല്ല ഹോൾ ഇട്ട് കൊടുക്കാം. ദെൻ ഏറ്റവും സിമ്പിൾ ഷൂ ലേസ് ഫ്രെയിം ആണ്. സ്റ്റിച്ചിങ്ങിന്റെ കൂടെ ആവശ്യമില്ല, ഹോൾ ഇട്ടാൽ മതി. കളറിംഗ് ബോക്സ് കഴിഞ്ഞു. നമ്മൾ ഇനി നോക്കുന്നത് ഫ്രെയിംസ് ആണ് കേട്ടോ. ഫ്രെയിംസ് ആദ്യം എടുക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കുന്നത് പിങ്ക് ടവർ ചെയ്തിരുന്നോ നിങ്ങള്? ചെയ്തിട്ടുണ്ടോ? എന്താണ് സാർ? വുഡിൽ ചെയ്തിട്ടുണ്ടോ പിങ്ക് ടവർ? ഇല്ല, ചാർട്ട് വെച്ചിട്ട് ചെയ്തിട്ടാണ്.
വുഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് പിങ്ക് ടവറിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ പിങ്ക് ടവർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കൺസ്ട്രക്ഷൻ, അതിന്റെ ഷേപ്സ് വെച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് ഡിക്രീസ് എന്താ പറയാ നമുക്കത് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് പിങ്ക് ടവർ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ദെൻ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പിങ്ക് ടവർ അത് ഹെൽപ്ഫുൾ ആണ്. ഇല്ലടാ, ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്, ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് പിങ്ക് ടവർ. 10 ബ്ലോക്സ് ആണ്. കൗണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിൽ കൗണ്ടിങ് പഠിപ്പിക്കില്ലേ, ആദ്യം നമ്മൾ സെറ്റ് ഏരിയയിൽ തന്നെ ഇവിടെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്, മാത്തമാറ്റിക്കൽ ഏരിയയിലേക്ക് വരുന്നത്. ഓക്കെ, സോ കൗണ്ട് ചെയ്യും 1 2 3 4 5 6 7 8 10 വരെ കൗണ്ട് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു. ഇത് വുഡൻ ബ്ലോക്സ് ആണ്. ഇതിന്റെ വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. കണ്ണടച്ചിട്ട് തന്നെ നമുക്ക് വെയിറ്റ് നോക്കാനായിട്ട് ഏതാണ് വലുത് വെയിറ്റ്, അങ്ങനെ നമുക്ക് വെയിറ്റ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ എന്താണ് പിങ്ക് ടവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് നമുക്ക് കുട്ടികളെ കൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യിപ്പിക്കാം. വലിയ ബ്ലോക്സ്. അപ്പൊ അവർക്ക് എന്താണ് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡർ ഒക്കെ അവര് ചെറുപ്പത്തിലേ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ് പഠിക്കുകയാണ്. ഗുഡാണ്. സോ അതുകൊണ്ട് വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാം. ഏതാണ് എന്റെ വെയിറ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ദെൻ നമ്മൾ പറയുകയാണെങ്കിൽ കളർ പഠിപ്പിക്കാം. പിങ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. സോ പിങ്ക് ടവർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആ പിങ്ക് എന്ന് പറയുന്ന കളറിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവര് ആ പിങ്ക് കളർ എന്നുള്ളത് മറക്കില്ല. ഓക്കെ, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് പിങ്ക് ടവറിന്റെ. ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ എന്താണ് വരിക? ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ വരുന്നുണ്ട്. പിന്നെ സെൻസേറിയൽ ആക്ടിവിറ്റീസിൽ നമ്മുടെ കളർ സെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പിങ്ക് ടവറിൽ വരുന്നത്. നിങ്ങളെ പാരറ്റിക്സ് റെക്കോർഡ് കംപ്ലീറ്റ് ആയോ? ചിലരുടെ കംപ്ലീറ്റ് ആക്കണം. പാരറ്റിക്സ് റെക്കോർഡ് എന്ന് പറയുന്ന റെക്കോർഡ് നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. കേട്ടോ, അതിൽ നിന്ന് നമുക്ക് അതിന്റെ പിക്ചേഴ്സ് വന്നിട്ടില്ലല്ലോ. ആ പിക്ചേഴ്സ് പ്ലീസ്. ഓക്കെ, പ്രാക്ടിക്കലിന് മുമ്പ് വാങ്ങിക്കണം. അത് ഞാൻ പറയട്ടെ കേട്ടോ, 1 മിനിറ്റ്. ഓക്കെ കേട്ടാ, പറഞ്ഞിട്ടുണ്ട് അവര് കൊടുത്തേക്കൂട്ടോ. നിങ്ങളൊന്ന് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. 1 മിനിറ്റ്. മിസ് അതില് മറ്റേതൊക്കെ ഉണ്ടല്ലോ, ട്രയാങ്കിൾ അത് മറ്റേതൊക്കെ പഠിപ്പിച്ചില്ലേ, റെക്ടാങ്കുലർ പ്രിസം അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ അതിൽ തന്നെ ഒട്ടിച്ച് മതിയാവും. ഇനി സെപ്പറേറ്റ് ചാർട്ടിൽ ചെയ്യണോ? ഇപ്പൊ ടൈം ഇനി ഒട്ടും ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത് വൈവേക്ക് വീണ്ടും ടൈം ഉണ്ട്. അതായത് എക്സാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് വൈവേ വരുന്നത്. വൈവേയുടെ സമയത്ത് നമ്മൾ റെക്കോർഡിലുള്ളതിനേക്കാളും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. വൈവേയിൽ നിന്ന മെറ്റീരിയൽസിന് ഇന്ന മാർക്കുകളാണ്. ഓക്കെ, ഞങ്ങളിൽ ഓരോ മെറ്റീരിയൽസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി പാരറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണോ വൈവ വരിക? മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണ് വൈവ വരുന്നത്. മെയിൻ എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുമോ വൈവയ്ക്ക്? പിജിയുടെ എക്സാമും വരുന്നുണ്ട്. അതാകെ ഒരു ബുദ്ധിമുട്ട്. അതെ, പിന്നെ ഒരു സംഭവം ഉണ്ട്. നിങ്ങള് എന്താണ് പ്രാക്ടിക്കലിന് വരുന്ന സമയത്തില്ലേ, പ്രാക്ടിക്കലിന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് വൈവ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരിട്ടായിരിക്കും, ലൈവ് ആയിരിക്കും വൈവ, ഞങ്ങൾ തന്നെ എടുക്കും. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കലിന് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈവ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കിയിട്ട് അതെങ്ങനെയാന്ന് നോക്കിയിട്ട് വരാട്ടോ. അപ്പൊ മെയിൻ എക്സാമിന് മുന്നേ ആവില്ലേ? എന്താണ് അത് മെയിൻ എക്സാമിന് മുന്നേ ആവില്ലേ? അപ്പോ അതെ, മെയിൻ എക്സാമിന് മുമ്പേ ആയിരിക്കും. അപ്പൊ റെഡി ആയിട്ടുള്ളവരുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മെറ്റീരിയൽസും ഒക്കെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളവര് എന്ത് ചെയ്യുക, ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക.
അവർ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നാൽ മതി. ഫോണിലെ മെറ്റീരിയൽസിന്റെ ഒക്കെ ഫോട്ടോസ് ഒന്ന് വേണമെന്നുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒക്കെ ഫോട്ടോസ് ഒന്ന് കൊണ്ടുവരണമെന്നുള്ളൂ കേട്ടോ. അതിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും മിസ്സേ. ഇത് എന്തിനൊക്കെയാണ് ഓക്കെ, ഇത് നമ്മളുടെ സെൻസ് ചെയ്യാനായിട്ട് വേണ്ട ഒരു മെറ്റീരിയൽ ആണിത്. എന്താണ്? ടച്ചിങ് ടാബ്ലറ്റ്സ്. ടച്ചിങ് ടാബ്ലറ്റ്സ് ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓരോ ടച്ചിങ് തമ്മിൽ നിങ്ങൾ കളർ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സാൻഡ് പേപ്പേഴ്സ്, പല ടൈപ്പ് സാൻഡ് പേപ്പേഴ്സ് യൂസ് ചെയ്ത് ഈ ടച്ചിങ് ടാബ്ലറ്റ്സുകൾ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല ഇതാണ്, ഓരോ കളറിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇതെനിക്ക് തോന്നുന്നു എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സെയിം ആണ്. സോ ഞാൻ ഇതിന്റെ മേലെ തന്നെ വെക്കാണ്. ഭയങ്കര എളുപ്പമായിട്ട് ആ ഒരു സെറ്റ് എളുപ്പമായിട്ട് വരും. മാം ഇതിന്റെ എന്താ പറയുന്നത്? ഇതിന്റെ പേരൊന്ന് പറയാമോ? ടച്ചിങ് ടാബ്ലറ്റ്സ്. ഒത്തിരി പേരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ടച്ചിങ് ടാബ്ലറ്റ്സ് ഡിഫറൻസ് ആണ്. ഇത് ഭയങ്കര വേറെ വ്യത്യാസമുണ്ട്. സെയിം ആണെന്നൊക്കെ തോന്നും, പക്ഷെ കളറിലും അതേപോലെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രിപ്പും അതും വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി സ്മൂത്ത് ആണ്, ലൈറ്റ് ആണ്. നമ്മളിത് കണ്ണടച്ചിട്ടൊക്കെ നിങ്ങൾ വരുമ്പോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യും. ഇത് എളുപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേരുകൾ. ഓക്കെ അല്ലേ? ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇറക്കി. ഓക്കെ, ടച്ചിങ്ങിന്റെ സാൻഡ് പേപ്പറിന് പോലത്തെ സ്മൂത്ത്നെസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, ടച്ച് ചെയ്ത് നോക്കി നമ്മൾ സെൻസ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ഇതിനെന്താ പേര് പറയുന്നത്? ടച്ചിങ് ടാബ്ലറ്റ്സ് ആണ്. ചിലതൊക്കെ നല്ല റഫ് ആയിക്കാരം, ചിലത് സോഫ്റ്റ് ആവും, അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. മാം ഈ കാണിക്കുന്നതിന്റെ വൈവ ചോദിക്കോ? അദ്ദേഹം കൂടി കഴിഞ്ഞിട്ടേ ചോദിക്കുള്ളൂ. ഇവിടെ ലൈവ് ആയിട്ടുള്ള ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈവേ ചോദിക്കുള്ളൂ. ഇനി ഞാൻ കുറച്ച് ഇത് കാണിച്ചു തരാം. ഇത് തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് കാണുമ്പോ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല മാം, എല്ലാം ഒരേ കളർ പോലെ. പോലെ തോന്നും. പക്ഷേ ഇല്ലേ, ടച്ച് ചെയ്ത് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് വേറൊരു രീതി. കണ്ണടച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും ചെയ്യാറില്ല. കണ്ണടച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കണം. ഇത് വ്യത്യാസമാണ്. അപ്പൊ അതങ്ങനെ അറേഞ്ച് ചെയ്യാം. ഭയങ്കര ഡിഫറൻസ് ആണ്. ഇത് കുറച്ചും കൂടി തമ്മിൽ വ്യത്യാസം തോന്നുന്നു. മാറിപ്പോയിട്ടുണ്ടോ? എനിക്കിതിപ്പോ ഞാൻ നോക്കി ചെയ്യുന്നുണ്ടോ? ടച്ച് ചെയ്ത് നോക്കി ചെയ്യാൻ നിങ്ങൾ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ പേരാക്കിയിരിക്കുന്നുണ്ടോ? ഇതേപോലെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ട്? ഇതൊക്കെയാണ്. ഇതൊക്കെയാണ്. ഇത് തമ്മിൽ ഡിഫറൻസ് നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കളേഴ്സിലുള്ള ഡിഫറൻസ് രണ്ടെണ്ണം വരുന്നുണ്ട്, പെയറായിട്ട് വരുന്നുണ്ട്. പെയറായിട്ട് വരുന്നത് അത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് ടച്ച് ചെയ്ത് നിങ്ങൾ പെയർ ആക്കണം. ഓക്കെ, ഇതിന്റെ നെയിം എന്താ? ഇതിന്റെ ടച്ചിങ് ടാബ്ലറ്റ്സ് തന്നെയാണ്. ടച്ചിങ് ബോർഡെന്നോ ടച്ചിങ് ടാബ്ലറ്റ്സ്, ടച്ചിങ് ബോർഡ്, ടച്ചിങ് ഫ്രെയിം, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇത് നോക്കിയാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ഡിഫറൻസ് തോന്നില്ലല്ലോ. ഇങ്ങനെ കാണുമ്പോ എനിക്ക് തോന്നുന്നു നേരത്തെ കാണുമ്പോൾ ഇത്തിരി ഡിഫറൻസ് തോന്നും, എന്നാലും കൺഫ്യൂഷൻ വരും. നേരത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, ഇത് പറ്റില്ല. നിങ്ങൾ സാൻഡ് പേപ്പറിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സുകൾ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചോ? ടീച്ചർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തില്ല അല്ലെ? അത് ഒരു ആക്ടിവിറ്റി ഇവിടെ വരുന്നതാണ്. അത് പറഞ്ഞിട്ടില്ലല്ലോ മാം. പറഞ്ഞിട്ടില്ല അല്ലെ? അപ്പൊ കുഴപ്പമില്ല. പറഞ്ഞത് ഓക്കെ, ആൽഫബറ്റ്സും ന്യൂമറിക്കൽസും സാൻഡ് പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല മാം. കഴിഞ്ഞിട്ടില്ലേ? ചെയ്യണോടെ കംപ്ലീറ്റ് ആക്കണേ. അതേപോലെ തന്നെ പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? കളർ ബോക്സ് ഇല്ലേ, അത് കളേഴ്സ് ഇങ്ങനെ കാർഡ്ബോർഡിൽ ചെയ്തിട്ട് അത് ബോക്സിലാക്കണം എന്നുണ്ടോ? ബോക്സിലാക്കണമെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് മിസ്സായി പോകില്ലല്ലോ ഇടാം. അത് എത്ര കളേഴ്സ് വേണം? 15 കളർ വേണോ? നിർബന്ധമൊന്നുമില്ല. പ്രൈമറി സെക്കൻഡറി എന്തായാലും വേണമെന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? കളറിംഗ് ബോക്സ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് പ്രാക്ടിക്കൽസിന് വരുമ്പോ കൊണ്ടുവരണോ?
കൊണ്ടുവരണ്ട ഒന്നും. അതിന്റെയൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് വൈവേ അവിടെ വെച്ച് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിലേ ഒത്തിരി ലേറ്റ് ആവും, അവിടെ വൈകും. അങ്ങനെ വൈകി കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ കുറച്ചും കൂടി ലേറ്റ് ആവും. അതിനേക്കാൾ നല്ലത് നമ്മൾ എന്തായാലും കുറച്ച് പേരെങ്കിലും വരും ഇല്ലേ? വരുന്നില്ല എല്ലാവരും? ഓക്കെ, അപ്പൊ വരുമ്പോ അവിടെ വരാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ വൈവേ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ മാർക്ക് അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവാണ്. പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് മാത്രം നമ്മൾ ലൈവായിട്ട് നടത്തിയാൽ മതി, വൈവേ കണ്ടക്ട് ചെയ്താൽ മതി. സോ വൈവയുടെ സമയത്ത് അപ്പാരറ്റിക്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. നമ്മൾ ആ സമയത്ത് മെറ്റീരിയൽസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ലടാ, മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റണം. നമ്മൾ ചെയ്ത് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയാനൊക്കെ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എങ്ങനെയാണ്, അതിന്റെ യൂസസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയണം. ദെൻ ആക്ടിവിറ്റീസ് എന്തെങ്കിലും തരും, ഒരു ആക്ഷൻ സോങ്ങോ റൈംസോ ഒക്കെ ചെയ്യാനായിട്ട് പറയും, അത് ചെയ്യാൻ പറ്റണം. ദെൻ എന്താണ് ഇതൊക്കെ മതി. പിന്നെ റെക്കോർഡുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഇതിന് വരുമ്പോൾ പ്രാക്ടിക്കൽസിന് വരാനായിട്ട് നമ്മൾ സൈൻ ചെയ്യണ്ടേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സൈൻ വാങ്ങിക്കണ്ടേ. അപ്പൊ അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസവുമാണ് എന്ന പ്രാക്ടിക്കലിന്. റെക്കോർഡുകൾ കംപ്ലീറ്റ് ആയിരിക്കണം. റെക്കോർഡിൽ ഇനി എന്തെങ്കിലും കംപ്ലീറ്റ് ആവാത്തുണ്ടെങ്കിൽ അത് അവിടെ വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയ റെക്കോർഡുകളിൽ വരാം കേട്ടോ. മെറ്റീരിയൽസ് ഒന്നും മെറ്റീരിയൽസിന്റെ എല്ലാം ഫോട്ടോ നമ്മുടെ ഫോണിൽ മതി. ഓക്കെ ഓക്കെ, ഏകദേശം ഒരു ഡേറ്റ് തന്നെ സ്കൂൾ തുറന്നിട്ടേക്കാരല്ലേ? ഒരു ചിലപ്പോ ജൂൺ 6 ആയിരിക്കും. മിസ്സേ വർക്കിംഗ് ഡേ തന്നെ ആയിരിക്കുമോ അതോ സാറ്റർഡേ പോലുള്ള ദിവസങ്ങളിൽ വരുമോ? താങ്ക് യു. സാറ്റർഡേ ആയിരിക്കുള്ളൂ. ഇത്രയും നാൾ കണ്ടക്ട് ചെയ്തിരിക്കാൻ സാറ്റർഡേസ് ആണ്. സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ വെക്കുന്നത്. ആ സമയത്ത് സാറ്റർഡേ മതി മിസ്സേ. ഓക്കെ ആയിരിക്കുള്ളൂ, ഉറപ്പാണ്. അപ്പൊ ലീവ് എടുക്കണ്ടല്ലോ, അതിന്റെ പേരിൽ ഒരു ലീവ് എടുക്കണ്ടല്ലോ. ഓക്കെ, സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും. സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും കേട്ടോ. അപ്പോ നിങ്ങൾ വരുമ്പോ റെക്കോർഡുകൾ കൊണ്ടുവരാ. പ്രാക്ടിക്കൽസ് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ എല്ലാം ഓരോ സെറ്റ് ഫോട്ടോസ് എടുക്കുക. അസൈൻമെന്റ്സ് സൈൻ ചെയ്യാനായിട്ട് കൊണ്ടുവരാ. പിന്നെന്താ, റെക്കോർഡുകൾ ക്യാരി ചെയ്യാം. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരാം. എക്സാമിന് പഠിച്ചു തുടങ്ങിയ കുട്ടികള് സത്യം പറഞ്ഞ എല്ലാം വായിക്കുമ്പോ എന്തൊക്കെയോ ഓർമ്മയുണ്ട്, പിന്നെ ഇപ്പൊ ഒന്നും അറിയത്തില്ലെന്നൊരു തോന്നല. ദിവസം എടുക്കുന്നതോറും എന്താ ഒക്കെ മറന്നു പോണ പോലെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് എക്സാം വരുന്ന ഏതാണ്? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അല്ലേ? അതെ അല്ലെ? അപ്പൊ ആ 8 ചാപ്റ്റേഴ്സ് നന്നായിട്ട് റീഡ് ചെയ്യാം. സിമ്പിൾ ആയിട്ടായിരിക്കും എക്സാം വരുന്നത്. പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ്, അതും എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സൈക്കോളജി നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയില്ല എളുപ്പമാണെന്ന്, ടഫ് ആയിരിക്കുള്ളൂ. പിന്നെ വരുന്ന അടുത്തത് നമ്മുടെ ടഫാണല്ല കേട്ടാ, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈസിയാണ്, എളുപ്പമാണ്. ദെൻ അത് പിന്നെ മോണ്ടിസോറി, അതും കുറച്ച് എന്തായിരിക്കും, ചിന്തിച്ച് പഠിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്, എക്സാമിന് വേണ്ടി തയ്യാറാവാനായിട്ട്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്യാം. ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചില ചാപ്റ്റേഴ്സിന് തന്നിട്ടുണ്ട്, അതും നന്നായിട്ട് നോക്കാം. പിന്നെ ടെസ്റ്റ് നല്ല രീതിയിൽ റീഡ് ചെയ്യുക. ഇതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലാണ്ട് എക്സ്ട്രാ ഒന്നും പുറത്തുനിന്നൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകും നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മോഡൽ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് എക്സാമിന്റെ സ്ട്രാറ്റജി എന്നുള്ളത്. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഞങ്ങള് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കുമ്പോഴേ ഒരു ഡൗട്ട് വന്നതാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി നോർമേറ്റീവ് ആണോ? അത് ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ. അത് ജസ്റ്റിസ് കൊടുത്തിരിക്കുന്ന നോർമേറ്റീവ് എന്നല്ല എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിലെ നോർമേറ്റീവ് സയൻസ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് മാം ഉള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സമയത്ത് ഓൾ ഓഫ് ദ എബോവ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റിസിനോട് ചോദിക്കും, കാരണം ഞാനാണെങ്കിൽ ഓക്കെ, ഞാൻ ജസ്റ്റിസിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ജസ്റ്റിസിനോട് ചോദിച്ചിട്ട് ആൻസർ പറയാം. മിസ് എങ്ങനെയാ അത് കണക്ട് ചെയ്തെന്നുള്ളത്. എനിക്ക് തോന്നുന്നു നോർമാറ്റീവ് എന്നാ കിടന്നത്. ഓക്കെ, ജസ്റ്റിസ് അല്ലല്ലോ എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ആദ്യ മിസ് ആയിരിക്കും പ്രാക്ടിക്കൽസ് എടുക്കുന്നത്.
പോകുന്നത്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു Thank you, ma'am.